ഇനി മേലാലി കർത്തൃ പ്രാർത്ഥന നമ്മൾ വിചിന്തനം പൂർത്തിയാക്കി കഴിയുമ്പോൾ നിങ്ങൾ ആരും വെറുതെ യാന്ത്രികമായിട്ട് ചെല്ലി തീർക്കരുത്. ഓരോ പ്രാവശ്യം പ്രാർത്ഥന ചൊല്ലുമ്പോൾ നിങ്ങളുടെ ദൈവത്തിലെ പൈശാചികമായ സാന്നിധ്യങ്ങൾ, സ്വാധീനങ്ങൾ, നരകരായത്തിന്റെ അവസ്ഥകൾ ദൈവത്തിലെയും കുടുംബത്തിലെയും അതുപോലെ സമൂഹത്തിലെ സഭയിലും വിട്ടുപോകത്തക്ക രീതിയിൽ പ്രാർത്ഥന നമ്മൾ ചൊല്ലണം. അതിനു വേണ്ടിയിട്ടാണ് ഈശോ വഴി സ്വർഗ്ഗത്തിൽ തമ്പുരാൻ പറഞ്ഞത് നിങ്ങൾ ഇപ്രകാരം വേണം പ്രാർത്ഥിക്കാൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിനെന്ന പൊതുശീർഷകത്തിലുള്ള വചന വിചിന്തന പരമ്പരയുടെ 6ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ശേഷം കാണുകയുണ്ടായി സഭ മതബോധന ഗ്രന്ഥം 550 നമ്പറിൽ പഠിപ്പിക്കുന്നു, ദൈവരാജ്യത്തിന്റെ ആഗമനം നരകരാജ്യത്തിന്റെ തകർച്ചയോടുകൂടിയാണ് പരിശുദ്ധാത്മാവിനെ കൊണ്ട് പിശാചുക്കളെ ബഹിഷ്കരിച്ചോടിച്ച് ദൈവരാജ്യം സ്ഥാപിച്ചത് എന്ന് പറഞ്ഞ് സഭ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു രംഗം കാണുകയുണ്ടായി. മത്തായി 12:22 മുതൽ വാക്കുകളിൽ രാജ്യത്തെക്കുറിച്ച് 3 പരാമർശനങ്ങൾ. ഈശ്വരകൂടെ ആകുന്നില്ല എങ്കിൽ, ശേഖരിക്കുന്നില്ല എങ്കിൽ ചെതറിക്കുന്ന അവസ്ഥ, ശത്രുവാകുന്ന അവസ്ഥ, എതിരാളിയാകുന്ന അവസ്ഥ വരുന്നു. യുദാസിന് അനുഭവം കാണുകയുണ്ടായി. അപ്പോൾ ഈശോ തൻ്റെ ദൈവരാജ്യ ശുശ്രൂഷയെ നരകരാജ്യത്തെ പരാജയപ്പെടുത്തി ദൂരീകരിച്ച് മാറ്റി പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ദൈവത്തിൻ്റെ മക്കളാക്കി നമ്മൾ തീർക്കുന്ന ദൈവ ശുശ്രൂഷയായിട്ടാണ് കണ്ടിരിക്കുന്നത്. അതെൻ്റെ ആന്തരിക ഇന്നർ ഡൈനമിക്സ് ആണ്, സാത്താനെ പരാജയപ്പെടുത്തുക. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, സുവിശേഷം മുഴുവൻ്റെയും സംഗ്രഹമാണ് കർത്തൃ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ഓരോ പ്രാവശ്യവും ചൊല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പൈശാചികമായ സാന്നിധ്യങ്ങൾ, സ്വാധീനങ്ങൾ, അവകാശങ്ങൾ, അവസ്ഥകൾ, അവൻ്റെ പിടുത്തങ്ങൾ മുഴുവനും കിട്ടുവിട്ട് മാറി പോകണം. അതിനുവേണ്ടി ആ പ്രാർത്ഥന ഇപ്രകാരം പ്രാർത്ഥിക്കാനും പറഞ്ഞുകൊണ്ട് ഈശോ നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങ് തിരിച്ചറിവ് നമുക്ക് വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയുണ്ടായി ഈശോയുടെ ദൗത്യത്തെ കണ്ടത് എങ്ങനെയാണ് ദൈവരാജ്യം. ഈ ദൈവരായ ശുശ്രൂഷ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഈശോയുടെ ദൗത്യം ആരംഭിക്കുമ്പോൾ മുതൽ അവസാനം വരെയും ഈശ്വര വിഷയം ഇതായിരുന്നു, ദൈവരാജ്യം, ദൈവരാജ്യം, ദൈവരാജ്യം. 2 വാക്കുണ്ട് ബൈബിളിൽ ഇതേക്കുറിച്ച്. സ്വർഗരാജ്യം എന്ന വാക്കുകൂടിയുണ്ട്. സ്വർഗരാജ്യം എന്ന വാക്ക് പ്രധാനമായിട്ടും മത്തായി സുവിശേഷം ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മത്തായി സുവിശേഷം അത് ഉപയോഗിക്കുമ്പം അത് വേറൊരു ആശയത്തെ അവതരിപ്പിക്കാനല്ല. ചിലപ്പോഴൊക്കെ ചില ആൾക്കാർ ചിന്തിക്കാറുണ്ട്, സ്വർഗരാജ്യം എന്ന് പറയുന്നത് മരിച്ചു കഴിയുമ്പോൾ കിട്ടാൻ പോകുന്ന സ്വർഗത്തിൻ്റെ അനുഭവമാണ്, ദൈവരാജ്യം ഇപ്പം തന്നെ കിട്ടുന്ന ദൈവത്തിൻ്റെ അനുഭവമാണ്. അതിനങ്ങനെയല്ല. ഇത് 2 ഒറ്റ കാര്യത്തെ സൂചിപ്പിക്കുന്നതാണ്. മത്തായി സുവിശേഷകൻ ഇങ്ങനെ വാക്ക് പ്രത്യേകം മാറ്റി ഉപയോഗിക്കാൻ കാരണം അദ്ദേഹം തന്നെ സുവിശേഷം എഴുതുമ്പോൾ മുന്നേ കണ്ടത് യഹൂദ സമുദായത്തിൽ നിന്നും മാമോദിസ ക്രൈസ്തവരായ ആൾക്കാർക്ക് പ്രാമുഖ്യമുള്ള ഒരു സമയം എന്നെ കണ്ടുകൊണ്ടാണ്. യഹൂദർക്ക് ഈ 2ാം പ്രമാണം വളരെ 10 പ്രമാണം വളരെ പ്രധാനപ്പെട്ട 2ാം പ്രമാണം ദൈവത്തിന് നാമവൃഥ ഉപയോഗിക്കരുത്. അവിടെ യഹൂദര് ദൈവം എന്നുള്ള വാക്ക്, അന്ന് അവർക്ക് ആ വാക്ക് യാഹ്വേ, യഹോവ അങ്ങനെയാണല്ലോ. മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തി ആയിരിക്കും ഞാനാണ്. ആ ഒരു പേര് വാക്ക് നിവൃത്തി കണ്ട് ദൈവം അവർ ഉപയോഗിക്കണം. ദൈവം എന്ന വാക്ക് യഹോവ ഉപയോഗിക്കണം. അതിന് പകരം അവര് ആദരവ് കൊണ്ട് ഉപയോഗിക്കാൻ വെച്ച വേറൊരു വാക്കാണ് അദോണായി. അദോണായി, കർത്താവ്. അപ്പോൾ അതുകൊണ്ടാണ് ബൈബിളിലെ ഒത്തിരി ഈ കർത്താവ് 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 വാക്ക് കാണുന്നത്. യഹോവ കുറച്ച് നമുക്ക് ഉപയോഗത്തിൽ കാണാൻ ഒരുപാട് നിയമത്തിൽ. അപ്പോൾ ദൈവം എന്നുള്ള ആ ഒരു വാക്ക്, യഹോവ എന്ന ഹെബ്രായ ഭാഷയിൽ പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ യഹൂദർക്ക് ഒരു 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 മടുപ്പുണ്ട്, ഒരു ഉൾവലിയിലുണ്ട്. അത് മനസ്സിലാക്കി മത്തായി തന്നെ സുവിശേഷം എഴുതി. ഇപ്പം ദൈവരാജ്യം ഈശോ ഒത്തിരി ഉപയോഗിക്കുന്നുണ്ടല്ലോ, അത് സ്വർഗരാജ്യം എന്നൊരു ടേമിനോട് വെച്ച് അവതരിപ്പിച്ചു. അതുകൊണ്ട് ഈശോ പരിശുദ്ധ ആരംഭിക്കുമ്പം സ്വർഗരാജ്യം സംഭവിച്ചിരിക്കുന്നു പറഞ്ഞ് ആരംഭിച്ചായിട്ട് മത്തായി 4-ാം അധ്യായത്തിൽ 17-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇതേ ഈശോ ദൗത്യ ആരംഭം മർക്കോസ് സുവിശേഷം രേഖപ്പെടുത്തുന്നത് മർക്കോസ് 1:14-15 വാക്യങ്ങളിൽ ദൈവരാജ്യം സംഭവിച്ചിരിക്കുന്നു പറഞ്ഞ് ആരംഭിച്ചു എന്ന് പറഞ്ഞാണ്. അവിടെ വേറെ വ്യത്യാസമൊന്നുമില്ല, ദൈവരാജ്യം സ്വർഗ്ഗകാര്യം തന്നെയാണ്. വിധക്കാരൻ്റെ ഉപമയുടെ വ്യാഖ്യാനം ചോദിച്ച് അർത്ഥം ചോദിച്ചവർ ശിഷ്യന്മാർ വരുന്ന രംഗം മത്തായി 13 നമ്മൾ വായിക്കുമ്പം സ്വർഗരാജ്യത്തിൻ്റെ വരങ്ങൾ അറിയാനുള്ള വരം ലഭിച്ച് നിങ്ങൾ കാണുന്ന ഈശോ പറയുന്നത് ലൂക്കാ സുവിശേഷം ഉദാഹരണത്തിൽ ലൂക്കാ 8 നമ്മൾ വായിക്കുമ്പം ദൈവരാജ്യത്തിൻ്റെ രഹസ്യം അറിയണ വരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് പറഞ്ഞിട്ടോ. അത് കൃത്യം ഒരു കാര്യം തന്നെയാണ് സ്വർഗ ദൈവരാജ്യം, അത് പറഞ്ഞാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ മത്തായി സുവിശേഷകൻ സ്വർഗരാജ്യം എന്ന വാക്ക് ഉപയോഗിച്ചുവെങ്കിലും 2 അവസരങ്ങളിൽ ദൈവരാജ്യം എന്ന വാക്ക് തന്നെ അദ്ദേഹം അറിഞ്ഞ് ഉപയോഗിക്കുന്നുമുണ്ട്. ഒന്ന് നമ്മൾ കഴിഞ്ഞ കണ്ടതായ
മത്തായി 12:28 ദൈവരാജ്യം പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചിനെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ മധ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും മത്തായി 21 മുന്തിരിത്തോട്ടത്തിൽ കൃഷിക്കാരൻ്റെ ഉപമ അത് പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ 43 ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത് ഫലം പുറപ്പെടുവിക്കുക നൽകപ്പെടും എന്ന് പറയുന്നിടത്തും സ്വർഗരാജ്യ വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ദൈവരാജ്യം സ്വർഗരാജ്യം അത് സമീപിച്ചിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ഈശോ ആരംഭിച്ചു. അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, സമീപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? ഇപ്പൊ നിലവിലില്ല എന്ന അർത്ഥമുണ്ട്. സമീപിച്ചിരിക്കുന്നു, ഇപ്പൊ നിലവിലുള്ള കാര്യം സമീപിച്ചിരിക്കുന്നു പറയേണ്ട ആവശ്യമുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഇന്ത്യ സഖ്യക്കാര് കോൺഗ്രസ് ഒക്കെ കൂടെ പ്രസംഗിച്ചപ്പോൾ ഇലക്ഷൻ പ്രചാരണം നടത്തി പറഞ്ഞിരുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ ഭരണം സമീപിച്ചിരിക്കുന്നു എന്നാണ്. അതിനർത്ഥം ഇപ്പം ഞങ്ങളല്ല ഭരിക്കുന്നത്. BJP-ക്കാര് പ്രസംഗിച്ചപ്പം BJP-യുടെ ഭരണം സമീപിച്ചിരിക്കുമെന്ന് പറഞ്ഞില്ല, അതിൻ്റെ ആവശ്യമില്ല. ഭരണം തുടരുമെന്നാണ്, അവരെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈശോ തന്നെ ദൗത്യം ആരംഭിച്ച് പറഞ്ഞ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതിനർത്ഥം എന്താ? ഇപ്പൊ ദൈവരാജ്യം ഇല്ല അർത്ഥമുണ്ട്. അങ്ങയുടെ രാജ്യം വരണമേ എന്ന് കർത്തൃ പ്രാർത്ഥന എല്ലാതും നമ്മളോട് പ്രാർത്ഥിപ്പിക്കുമ്പം അതിനർത്ഥം എന്താ? രാജ്യം വന്നിട്ടില്ല. വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് വരാനായിട്ട് നിങ്ങൾ ശ്രദ്ധയെടുക്കണം എന്നതിന് സൂചനയുണ്ട്. നമുക്കതിനെപ്പറ്റി കുറച്ച് കാണാൻ തന്നെ. അപ്പോൾ ദൈവരാജ്യം സമീപിച്ച് പറഞ്ഞ് ഈശോ ആരംഭിക്കുന്നു. പിന്നെ ഈശോയുടെ പ്രബോധനം മുഴുവനും ഈ ദൈവരാജ്യത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ്. മത്തായി 13 പ്രത്യേകിച്ച് ഒരുപാട് ഉപമകൾ കാണാം. വിധക്കാരൻ്റെ ഉപമ, അതുപോലെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളാണ്. കളകളുടെ ഉപമ ദൈവരാജ്യത്തിൻ്റെ രഹസ്യം വിശദീകരിക്കുകയാണ്. പുളിമാവിൻ്റെ ഉപമ, വയലിലെ നിധിയുടെ ഉപമ, രക്തവ്യാപാരിയുടെ ഉപമ, കടലറിയപ്പെട്ട വലയുടെ ഉപമ, തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പഴയതും പുതിയ പുറത്തിറക്കുന്ന നിയമജ്ഞൻ്റെ ഉപമ. അങ്ങനെ അങ്ങ് തുടങ്ങിയിട്ട് പിന്നെ മുന്നോട്ട് ഒരു വീണ്ടും കാണാം. സ്വർഗവിരുന്നിൻ്റെ വിവാഹ വിരുന്നിൻ്റെ ഉപമ, 10 കന്യകമാരുടെ ഉപമ, 10 താലന്തുകളുടെ ഉപമ, നിർദ്ദയനായ പൊരുത്തിൻ്റെ ഉപമ, മുതത്വത്തിലെ ജോലിക്കാരുടെ ഉപമ. ഇതെല്ലാം ഈശോ പറയുന്ന സ്വർഗരാജ്യപ്രകാരം ദൈവരാജ്യപ്രകാരം പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈശോയ്ക്ക് ഒറ്റ വിഷയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഈശോ പഠിപ്പിച്ച് വന്നപ്പോഴേക്കും മത്തായി 18 അധ്യായമൊക്കെ ആകുമ്പോൾ നമ്മൾ കാണുകയാണ് ഈ അപ്പസ്തലന്മാരത് കേട്ട് അവരുടെ ഉള്ളിൽ പതിഞ്ഞിട്ട് അവർ വന്ന് ചോദിക്കുക, കർത്താവേ, ഈ സ്വർഗരാജ്യത്തിന് വലിയവൻ ആരാ? അവിടെ ഒന്നാമനാകാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഈശോ ശിഷ്യനെ വിളിച്ച് കാണിച്ചിട്ട് ഭാഗം നമുക്കറിയാം ആരാണ് സ്വർഗത്തിൽ വലിയവനാകുന്നത്. അങ്ങനെ ആ വിഷയം പറഞ്ഞ് പഠിപ്പിച്ച് മുന്നോട്ട് പോകുന്നു. വീണ്ടും മുന്നോട്ട് വരുമ്പോൾ മത്തായി സുവിശേഷം 20 അധ്യായത്തിൽ 20 മുതലുള്ള വാക്യങ്ങളിൽ ഈശോയുടെ പക്കലേക്ക് സെബെദീപുത്രന്മാരുടെ അമ്മയും കൂടെ വന്നിട്ട് നിന്റെ രാജ്യത്തിന് എൻ്റെ മക്കളെ 1-2 സ്ഥാനത്ത് ഇരുത്തണമെന്ന് പറയുന്നത് കാണാൻ പറ്റും. ഈ സെമിനാരി പിള്ളേരെ ഇടയ്ക്കിടയ്ക്ക് അവധിക്ക് വീട്ടിൽ വിടുന്നു എന്ന് പറഞ്ഞ പോലെ ഈശോ തൻ്റെ അപ്പസ്തലന്മാരെ ഇടയ്ക്ക് വീട്ടിൽ വിട്ടു. ഈ 2 പേര് വീട്ടിൽ ചെന്നപ്പം ഈശോ പറഞ്ഞ കാര്യമെല്ലാം പറഞ്ഞ് കേൾപ്പിച്ച് സ്വർഗ്ഗം സ്ഥാപിക്കാൻ പോവുകയാണ്. അപ്പോൾ അമ്മയ്ക്കും അപ്പനും താല്പര്യമായി അമ്മയും കൂടെ അവധി കഴിഞ്ഞ് സെമിനാരി വരുമ്പോൾ റക്ടസിനെ കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് അമ്മയും കൂടെ വരുമെന്ന് പറഞ്ഞ പോലെ ഈ സെബെദീപുത്രന്മാരുടെ അമ്മയും കൂടെ വന്ന് ഈശോ കൊണ്ട് പറയുകയാണ്, നിന്റെ രാജ്യത്തിന് എൻ്റെ മക്കളെ വേണം പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി ആക്കാൻ. അങ്ങനെ പോലും പറയേണ്ടി വരുന്നു. അപ്പം വെച്ചാൽ ഈ ഒരു വിഷയം ഈശ്വര ഉള്ളിലുണ്ടായിരുന്നത് ഈശോ ജനിച്ചപ്പോൾ തന്നെ പൂജരാജാക്കന്മാർ അകലെ വിഷയം പറഞ്ഞിട്ട് വന്നു. നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈശോ എപ്പോഴും വിഷയം പറയാൻ പഠിപ്പിക്കുന്നത് മലയിലെ പ്രസംഗത്തിൽ അഷ്ടഭാഗ്യങ്ങൾ പറയും. 1-ാം ഭാഗ്യം ആത്മാവിൻ ദരിദ്ര ഭാഗ്യം സ്വർഗരാജ്യത്തിലാണ്. 8-ാം ഭാഗ്യം അങ്ങനെ തന്നെയാണ്, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് കുറിച്ചാണ്. വീണ്ടും നിങ്ങളുടെ നീതി നിയമജരുടെയും പുരുഷരുടെയും നീതി അതിശയിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കുകയല്ല. ഈ നിയമത്തിൻ്റെ ചെറിയൊരു കാര്യം അവഗണിക്കാൻ പഠിപ്പിക്കുകയും സ്വർഗം ചെലവനാകും. ഇങ്ങനെ എല്ലാം ഈശോ പറഞ്ഞ് പഠിപ്പിക്കുന്നതെല്ലാം ഓർമ്മിക്കണം. അതിന് ബാക്കി ഞാൻ പെട്ടെന്ന് പറഞ്ഞതാണ് ഉപമകളെ പറ്റി പറയുമ്പോൾ. അങ്ങനെ ഇത് അപ്പസ്തലന്മാരുടെ ഉള്ളിൽ കയറി ചിന്ത ദൈവരാജ്യം സ്ഥാപിക്കുന്നു. അപ്പസ്തലന്മാരുടെ വീടുകളിലെത്തി, ആ സമൂഹത്തിലേക്ക് എത്തി. ഈശോയ്ക്കെതിരെ പുരോഹിതന്മാർ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പീലാത്തോസിന് പകരം പരാതി കൊടുക്കുമ്പോൾ ആ പരാതിയുടെ വിഷയം നമുക്കറിയാം. ഇവർ രാജ്യം സ്ഥാപിക്കാൻ പോകുന്നു. അവിടെ പീലാത്തോസ് വിചാരണ വേണ്ടി ചോദിക്കുകയാണ്, നീ രാജാവാണോ? നീ രാജ്യം സ്ഥാപിക്കാൻ പോവുകയാണോ? നീ സീസറിനെതിരെയാണോ എന്ന് ചോദിക്കാവുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നത് മത്തായി 27:11 വാക്യങ്ങൾ. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ പീലാത്തോസ് ചോദിക്കുമ്പം എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് ഈശോ വിശദീകരിക്കുന്നത് കാണാനായിട്ട് പറ്റും. വീണ്ടും എന്നോട് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ 27 അധ്യായത്തിൽ 27 മുതൽ വാക്യങ്ങൾ പടയാള ഈശോ പരിഹസിക്കുന്ന രംഗം നമുക്ക് സുപരിചിതമായ യോഹന്നാൻ ചെല്ലുമ്പോൾ. അപ്പൊ അവിടെ പരിഹാസത്തിന്റെ വിഷയങ്ങൾ എന്തൊക്കെയാ? മുൾമുടി, ഞാങ്ങണ, ഒരു മുരഞ്ഞ ചുവന്ന കുപ്പായം. എന്താ? രാജാവല്ലേ?
രാജാവിൻ്റെ മുടിയും ചെങ്കോലും ഒക്കെയാണ്. ഈ ഒരു പരിഹാസ വിഷയം ഉണ്ടാകാൻ കാരണം പിന്നെ ഈശോ വിഷയം പ്രസംഗിച്ചതാണ്. കുശത്തറയ്ക്കപ്പെട്ട് കിടക്കുമ്പോൾ മുകളിൽ കുറിപ്പെഴുതി വെച്ചു, INR യേശൂസ് നസ്രാനൂസ് റെക്സ് യൂദയോരും, യഹൂദയുടെ രാജാവായ നസ്രാക്കാരൻ ഈശോ. ആ ഒരു കുറിപ്പ് വരാൻ ഏക വിഷയം ഈശോ വിഷയം പറഞ്ഞ് പഠിപ്പിച്ചതാണ്. വീണ്ടും ആൾക്കാർ പരിഹസിക്കുന്നവർ കാണുന്നുണ്ട്, ഇവർ ഇസ്രായേൽ രാജാവാണല്ലോ, ഇറങ്ങി വരട്ടെ, സ്വയം രക്ഷിക്കട്ടെ. ആ പരിഹാസത്തിന്റെ വിഷയം അങ്ങനെ വരാൻ കാരണം ഈശോ ദൈവരായി പറഞ്ഞ് പ്രസംഗിച്ചതാണ്. വീണ്ടും അപ്പസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ ഉത്ഥിതനായ ഈശോ സ്വർഗ്ഗത്തിലേക്ക് വന്നിരുമ്പോൾ 40 ദിവസം അനേകർ പ്രത്യക്ഷപ്പെട്ടു. അവരെ പഠിപ്പിച്ച വിഷയം ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു എന്നാണ്. പൗലോസ് അപ്പോസ്തലൻ തന്റെ ജീവിതം മുഴുവനെയും അപ്പോസ്തല പ്രവർത്തനം 20-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ വാക്യത്തിൽ തന്റെ ശുശ്രൂഷ മുഴുവനും ഒറ്റ വാക്യത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് പറയും, ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മധ്യ ചുറ്റി സഞ്ചരിച്ചു എന്ന് പറഞ്ഞ് തന്റെ ദൗത്യം മുഴുവൻ അവതരിപ്പിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനത്തിന്റെ അവസാനത്തെ അധ്യായത്തിൽ റോമിൽ അപ്പോസ്തലൻ 2 വർഷം തന്റെ വിചാരണ കാത്ത് കഴിയുമ്പോൾ തന്നെ സമീപിച്ച എല്ലാവരോടും ദൈവരാജ്യം പ്രസംഗിച്ചു എന്ന് അപ്പോസ്തല പ്രവർത്തനം 28-ാം അധ്യായം 30 വാക്യം കാണാൻ പറ്റും. എന്ന് പറയുന്നത് ഈ ഒരു ദൈവരാജ്യം എന്ന വിഷയം കൊണ്ട് ഈശോയുടെ വാക്കുകൾ, ഉപമകൾ, ഈശോയുടെ ജീവിതം, അപ്പോസ്തലന്മാരുടെ ജീവിതം, അന്നത്തെ ചുറ്റുമുള്ള ആൾക്കാരുടെ ചിന്ത എല്ലാം നിറഞ്ഞു കുതിർന്നു. പൗലോസ് അപ്പോസ്തലൻ അത് തന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അത്രയും പ്രാധാന്യം കൊടുത്ത് ഈ വിഷയം എന്തുകൊണ്ടാണ് ഈ സുവിശേഷങ്ങൾ കാണുന്നത്? അതിന്റെ ഏക കാരണം നരകരാജ്യത്തെ പറയപ്രദേശം എന്നുള്ളതാണ്. ആ നരകരാജ്യത്തെ ദൈവരാജ്യം വഴി പരാജയപ്പെടുത്തുന്ന ആ സുവിശേഷത്തിന്റെ സംഗ്രഹമാണ് കർത്തൃ പ്രാർത്ഥന. ഞാനിതിങ്ങനെ സ്നേഹമുള്ളവരെ വീണ്ടും വീണ്ടും ചില കാര്യം അടിയേറിയിട്ട് പറയുന്നത്, ഇനി മേലാൽ ഈ കർത്തൃ പ്രാർത്ഥന നമ്മൾ വിചിന്തനം പൂർത്തിയാക്കി കഴിയുമ്പോൾ നിങ്ങൾ ആരും വെറുതെ യാന്ത്രികമായിട്ട് ചൊല്ലി തീർക്കരുത്. ഓരോ പ്രാവശ്യം പ്രാർത്ഥന ചൊല്ലുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പൈശാചികമായ സാന്നിധ്യങ്ങൾ, സ്വാധീനങ്ങൾ, നരകരാജ്യത്തിന്റെ അവസ്ഥകൾ ദീപത്തിലെയും കുടുംബത്തിലെയും അതുപോലെ സമൂഹത്തിലെയും സഭയിലും വിട്ടുപോകത്തക്ക രീതിയിൽ പ്രാർത്ഥന നമ്മൾ ചൊല്ലണം. അതിനു വേണ്ടിയിട്ടാണ് ഈശോ വഴി സ്വർഗ്ഗത്തിൽ തമ്പുരാൻ പറഞ്ഞ് നിങ്ങൾ ഇപ്രകാരം വേണം പ്രാർത്ഥിക്കാൻ. നമുക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് ചൈതന്യത്തോടെ ഇറങ്ങണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.